സ്വാതി, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ നൽകുകയും ചെയ്തത്. ഇന്നത്തെ ഈ യോഗം നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകോപനം പാകിസ്ഥാൻ തുടരുന്ന പശ്ചാത്തലത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുമായി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഏതോ വലിയ തീരുമാനം വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ വരെയും വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങൾ പഞ്ചാബിലും ഒപ്പം തന്നെ കാശ്മീരിലും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തുകയും ചെയ്തു. എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? എപ്പോഴാണ് കൂടിക്കാഴ്ച തുടങ്ങിയത്? മറ്റു വിവരങ്ങൾ. സിജു, ഇപ്പോൾ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തന്നെയാണ് ദില്ലിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്. രാവിലെ പ്രതിരോധ മന്ത്രിയുടെയൊക്കെയും കൂടിക്കാഴ്ച സേനാ മേധാവികളുമായി നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട 3 സേനകളുടെ മേധാവിമാർ, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചകളിലൊക്കെയും കൂടുതലായി വന്നിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് അതിർത്തി സുരക്ഷ സംബന്ധിച്ച് തന്നെയാണ്. ജാഗ്രത കൂടുതൽ വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ട്. ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷാ നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഭട്ടിണ്ടയിൽ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെയും സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തലുകൾ തന്നെയാണ് ഈ സേനാ മേധാവികളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെയും ഒക്കെയും പശ്ചാത്തലം കൂടി ഈ സേനാ മേധാവികൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയെ ഈ ഘട്ടത്തിൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം ഈ സൈനിക മേധാവികളുടെ നടപടി അല്ലെങ്കിൽ സൈന്യത്തിന്റെ നടപടി സംബന്ധിച്ച കൃത്യമായൊരു നിരീക്ഷണവും ആശയവിനിമയവും പ്രധാനമന്ത്രി തുടരെ നടത്തുന്നുണ്ടായിരുന്നു. പുലർച്ചെയോടെ തന്നെ ഇത് സംബന്ധിച്ച് അജിത് ഡോവലുമായി ഈ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പുലർച്ചെ വരെയും ഈ കൂടിക്കാഴ്ചകളും അതോടൊപ്പം തന്നെ ആശയവിനിമയവും ഒക്കെയും നടന്നതാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഇത്തരത്തിൽ വീണ്ടും കൂടിക്കാഴ്ച തുടങ്ങിയത്. ആ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ അതിർത്തി സംബന്ധിച്ച സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ സേനാ മേധാവികൾക്ക് നൽകിയിട്ടുള്ളത്. കൂടുതൽ കരസേന അതോടൊപ്പം തന്നെ വ്യോമ നാവിക സേന രംഗങ്ങളിൽ കൂടുതൽ വിന്യാസം കൊണ്ടുവരണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ അലേർട്ടുകൾ ഉള്ള ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യോമസേന താവളങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അവിടെയും കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിമാനത്താവളങ്ങളിലടക്കം സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയ സാഹചര്യമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും കൂടുതൽ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായകമായ കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കുകയാണ്.